കൊച്ചിയിലെ ഫേവറേറ്റ് സ്കൂളായിട്ടുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ റാഗിങ് സഹിക്കാൻ പറ്റാതെ ഒരു പയ്യൻ സൂയിസൈഡ് ചെയ്തു, മിഹിർ. ഈ ന്യൂസാണ് നമ്മൾ 2-3 ദിവസമായിട്ട് കേൾക്കുന്നത്. ഇത് എല്ലാവർക്കും അറിയാം. ഗ്ലോബൽ സ്കൂളിൽ ഇവർ പഠിപ്പിക്കുന്ന ക്രിമിനൽസ് റാഗിങ് എന്ന് പറഞ്ഞിട്ട് എന്ത് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ചെയ്യുന്നത്. ഈ പയ്യന്റെ ഫേസ് ക്ലോസറ്റിൽ നക്കിപ്പിക്കുക, അതിൽ മുക്കി ഫ്ലഷ് ചെയ്യിപ്പിക്കുക, നിരന്തരം കളറിന്റെ പേരിൽ കളിയാക്കുക. നമ്മളൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇത്ര മനുഷ്യത്വം ഇല്ലാത്ത ഇങ്ങനത്തെ ജീവികൾ എങ്ങനെയാണ് സ്കൂളുകളിൽ ഇപ്പൊ ഉണ്ടായി വരുന്നത്? റാഗിങ് ഇന്ന് നടക്കുന്ന സംഭവമൊന്നുമല്ല, വർഷങ്ങളായിട്ട് ബ്രൂട്ടലായിട്ടുള്ള റാഗിങ് പല സ്കൂളുകളിലും കോളേജുകളിലും നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നിയത്, ഇവന്മാർ സ്ഥിരമായിട്ട് ടോർച്ചർ ചെയ്യുന്ന റാഗ് ചെയ്യുന്ന ഈ പയ്യൻ ഒരു ദിവസം സൂയിസൈഡ് ചെയ്ത് മരിച്ചു എന്ന് അറിയുമ്പോൾ പോലും ഇവന്മാരത് ഫണ്ണി ആയിട്ട് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഫണ്ണായിട്ട് അത് എടുക്കുകയാണ്. ഒരു പട്ടിക്കുഞ്ഞിനുണ്ടാകുന്ന വികാരം പോലും ഇല്ലാതെ ഒരു പയ്യൻ മരിച്ചു എന്നറിയുമ്പോൾ അത് ആഘോഷിക്കുന്ന ഫണ്ണായിട്ട് കരുതുന്ന ഇങ്ങനത്തെ ജന്മങ്ങൾ എങ്ങനെയാണ് ഈ സ്കൂളുകളിൽ ഉള്ളത്? They called him Poopy Head, the name given to someone whose head was flushed in the toilet after brutally ragged. ടോയ്ലറ്റിൽ മുക്കിയിട്ട് പൂപ്പി ഹെഡ് എന്നാണ് അവനെ വിളിക്കുന്നത്. ഇതൊക്കെയാണ് ഇവന്മാരുടെ ഫണ്ണെങ്കിൽ വീട്ടിലിരിക്കുന്ന ഡാഡിനെ പിടിച്ചിട്ട് അങ്ങനെ ചെയ്യണം. അല്ലാതെ അവിടെ പഠിക്കാൻ വരുന്ന പിള്ളേരുടെ മെക്കിട്ടല്ല കയറേണ്ടത്. പീഡിപ്പിക്കപ്പെട്ടിരുന്നു. ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കപ്പെടുകയും നിറത്തിന്റെ പേരിലും പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വാഷ്റൂമിൽ കൊണ്ടുപോയി ഈ നിറത്തിന്റെ പേരിൽ കളിയാക്കി ഷാറൂഖ് ഖാൻമാരുടെ ഫോട്ടോ കിട്ടുമോ? കുട്ടികൾ ഈ സീനിയറായ റാഗിംഗ് നടത്തിയ കുട്ടികൾ അത് ആഘോഷിച്ചു. ഒപ്പം ചില വാട്സപ്പ് ചാറ്റുകളുടെയും ഇൻസ്റ്റഗ്രാം ചാറ്റുകളുടെയും തെളിവ് ഈ ആഘോഷിച്ചവന്മാരുടെ ലിസ്റ്റ് കിട്ടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സ്കൂളിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ വരികയാണ്. അതായത് ഇത്തരത്തിൽ ഇത് സ്കൂളിനെ അപമാനിക്കാൻ വേണ്ടി മാത്രം ഒരു വ്യാജ പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടക്കുന്നു എന്നാണ് ഇവരിപ്പോൾ പറയുന്നത്. സ്വന്തം മകൻ സൂയിസൈഡ് ചെയ്തിട്ട് അതിന്റെ സത്യം അറിയാൻ ശ്രമിക്കുന്ന അമ്മ ഈ സ്കൂളിനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് സ്കൂൾ പറയുന്നു. ലക്ഷങ്ങൾ കൊടുത്തിട്ട് ഇവന്മാരുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നത്, സ്പെഷ്യൽ കെയർ കിട്ടാൻ. മരിച്ചാൽ പോലും ഇവന്മാർ അടുത്ത പീരീഡ് എടുക്കാനാണ് നോക്കുന്നത്. അതുപോലത്തെ കെയർലെസ് പിള്ളേർ ഒരു ഗ്രൂപ്പായിട്ട് ജസ്റ്റിസ് ഫോർ മിഹിർ ഇതിന്റെ സത്യം കണ്ടെത്താൻ വേണ്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇലുമിനാട്ടി ആണോന്ന് അറിയില്ല, കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് പോയി, അപ്രത്യക്ഷമായിപ്പോയി. സ്കൂളുകാരെടുത്ത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ സ്കൂൾ ഒരു കംപ്ലീറ്റ്ലി 100% റാഗിങ് ഫ്രീ സ്കൂളാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ വരും, 100 കണക്കിന് പിള്ളേർ വരും ഇവിടെ ഞാൻ ഈ റാഗിങ്ങിന് ഇരയായിട്ടുണ്ട്, ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട്. ഇത് മിഹിറിന്റെ ഉമ്മയുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയാണ്. ഇവര് ഇട്ട പോസ്റ്റിലൂടെയാണ് ഇത് ലോകം അറിയുന്നത്. ഇന്നും കൂടി ഇട്ട പോസ്റ്റാണ് പറയുന്നത് ഈ പൂപ്പി ഹെഡ് എന്ന് വിളിച്ചത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതിൽ കുറേയും കൂടി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും മിഹിറിന് ജസ്റ്റിസ് കിട്ടണം ഗൈസ്. ഇതുപോലത്തെ കീടാണുക്കൾ ഒരു സ്കൂളിൽ ഉണ്ടാവരുത്. ഇവന്മാരൊക്കെ ക്ലീൻ ആവണം ഗൈസ്. എനിക്ക് പറയാനുള്ളത്, ഒന്നാമത് നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ഭയങ്കര പ്രഷറിലാണ്. എക്സാംസ്, പ്രോജക്ട്സ്, അസൈൻമെന്റ്സ്, വർക്കിന് മുകളിൽ വർക്കുകളായിട്ട് ലോഡ് കണക്കിന് വർക്ക് വന്ന പ്രഷറിൽ ആണ് ഇവരിയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ പ്രഷറായിട്ട് ഇതുപോലുള്ള വേറെ ക്രിമിനൽസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കൊടുക്കുന്ന മെന്റലി ഫിസിക്കലി ആയിട്ടുള്ള ടോർച്ചറിങ്, അബ്യൂസിങ് എന്ന് പറയുന്നത് അതും സഹിക്കണം എന്ന് പറയുമ്പോൾ അതൊരു എക്സ്ട്രാ പ്രഷറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, സ്റ്റുഡൻസ് ആയുള്ളവരൊക്കെ ബാക്കി സ്റ്റുഡൻസിന് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മളായിട്ടൊരു എക്സ്ട്രാ പ്രഷർ കൊടുക്കാതിരിക്കുക. മിഹിറിന് എത്രയും പെട്ടെന്ന് തന്നെ ജസ്റ്റിസ് കിട്ടട്ടെ. നമ്മൾ മാക്സിമം മിഹിറിൻ്റെ ഉമ്മേനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇതാണ് അവരുടെ ഐഡിയ.